നമസ്കാരം, ബിസിനസ് ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒത്തിരി നാൾ കൂടി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. താറാവ് കറി. ഇന്ന് നമുക്ക് ഇവിടെ താറാവ് കിട്ടിയപ്പോൾ താറാവ് കറി വെച്ചേക്കാമെന്ന് ഓർത്ത് ഇന്ന് താറാവ് കറിയായിട്ട് വന്നേക്കുന്നത്. അതിനുള്ള സാധനങ്ങൾ നമുക്ക് മെയിനായിട്ട് താറാവ് വേണം. അതുപോലെ തന്നെ ഒരു തേങ്ങാപ്പാൽ, ഒരു വെളിച്ചെണ്ണയിലായിരുന്നു ഉണ്ടാക്കാം. നാടൻ കറി. വെളിച്ചെണ്ണ ഇവിടെ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഒരുക്കിയിരിക്കത്തില്ല, ഇങ്ങനെ കട്ടയായിട്ടിരിക്കത്തുള്ളൂ. സവോള, നാരങ്ങ, ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, താറാവ് മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനം മതി. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു താറാവ് കറി വെക്കാം. ഓക്കെ, നമുക്ക് ഈ താറാവിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താറാവ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് താറാവിനകത്ത് ഇങ്ങനെ കമത്തിപ്പിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പിടലി സെയിം മെത്തേഡ് തന്നെ ചിക്കനും കട്ട് ചെയ്യുന്നു. നമുക്ക് 2 മിനിറ്റ് മതി കട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ചിറകിൻ്റെ ഭാഗം ഇങ്ങനെ ഇവിടെ ചെറുക്ക ജോയിൻറ്റിൽ കട്ട് ചെയ്യണം. ഓക്കെ, താറാവിൻ്റെ തൊലി ആരും എടുക്കാറില്ല. പക്ഷെ ചിലർക്ക് തൊലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് തൊലി തന്നെ എടുക്കാം. അതാണ് തൊലി നോർമലി ആരും എടുക്കാറില്ല. തൊലിയിലായിട്ട് നെയ്യൊക്കെ തൊലി ഇഷ്ടമില്ല, അത്ര തൊലി വേണ്ട. ഓക്കെ, എഴുത്തു. ഓക്കെ, നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ അതിന് വേണ്ടി തീ കത്തിച്ചു, ഒരു പാത്രം വെച്ചു, വേറെ ഓട്ടുള്ളി ഒരെണ്ണം കൊണ്ട് വെച്ചു. നമുക്ക് അതൊരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അതിൻ്റെ ചൂടായി വരാൻ ഇച്ചിരി താമസമാണ്. മറ്റേ സൺഫ്ലവർ ഓയിലൊക്കെയാണ് പെടാതെ ചൂടാകും. പക്ഷേ വെളിച്ചെണ്ണ ഇച്ചിരി ലേറ്റാവും ചൂടാകും. എണ്ണ ചൂടായി, ഇതിനകത്ത് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് നോക്കും. എണ്ണ ചൂടായി, പെരിഞ്ചീരകം പൊട്ടി, അതൊരു സവോള, ഇതാക്കി നമുക്ക് ഇത് ഉറപ്പൊന്ന് വളർന്ന് കിട്ടാൻ വേണ്ടി അടുത്ത് ഉപ്പൊക്കെ എടുത്ത് ഉപ്പിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഓക്കെ. നമ്മുടെ സവോള മുക്കാലൊക്കെ ആയി. ഇതിനകത്തോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഇടാം, ഇപ്പോഴും ഇടാം, ഏത് സമയത്ത് കൊണ്ടിടാം. അത് ഈ സവോള ഇടുന്നതിന് മുമ്പ് ഇട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടാലും മതി. ഇതൊന്ന് ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് ആയി വരാം. ഇതിലേക്ക് നമുക്ക് അല്പം ടൊമാറ്റോ, ഒരു ടൊമാറ്റോ നമ്മൾ ഇട്ട് വെച്ചില്ല, അതിലേക്ക് കട്ടിക്കുക.
ഇതിനകത്തേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി എന്നിട്ട് നോക്കണം. ഈ ചട്ടി നല്ല അതിൻ്റെ ചൂടാണ്ട് മല്ലിപ്പൊടി വെപ്പം ചൂടാക്കണം. ഇത് കൂടെ ഇപ്പം മണം വന്നു. ഇതിലേക്ക് നമ്മുടെ മീറ്റ് മസാല, താറാവ് റോസ്റ്റിൻ്റെ മസാല, മുളക് പൊടി, ഇതിലേക്ക് നമുക്ക് അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകം നമ്മൾ പൊടിച്ച് എന്നാലേ അതിൻ്റെ മണം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് പച്ചമുളക്, ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി, അത് മീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി എടുത്തോളൂ. താറാവ് കറിക്ക് കുരുമുളക് പൊടി മെയിനായിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സവോള വയറ്റാച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു മസാലയ്ക്ക് വേണ്ടി ഉപ്പ്. നമുക്ക് ഇതിനകത്ത് താറാവ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം മൂത്ത് നല്ല കളറായിട്ട് വന്ന് താറാവ് ഇട്ട് കൊടുക്കാം. താറാവ് ഈ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വേകണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കും. താറാവിൻ്റെ വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇത് മസാലയ്ക്കകത്ത് കിടന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ താറാവ് നല്ലപോലെ മസാല പിടിക്കും. അല്ലെങ്കിൽ ഈ താറാവിൻ്റെ ഒരു സ്മെല്ലുണ്ടോ അത് പോയി കിട്ടും, മാറി കിട്ടും. എന്നിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. താറാവിലേക്ക് കുരുമുളക് പൊടി, നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ വെച്ചാൽ നാരങ്ങ നീര് ഇട്ട് കൊടുക്കും. മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇവന് അതിനകത്ത് കിടന്ന് വേകട്ടെ. കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാലായിട്ട് ഇടാം. ഇതിനകത്ത് ഗ്രേവിക്കകത്ത് കിടന്നവൻ ഒന്ന് വരണ്ട് വരണം. ഒക്കെ നിറങ്ങിയ വെള്ളമാണ്. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കാം. ഇതെല്ലാം വെന്തു, കറിയെല്ലാം നല്ലതായി, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഡക്ക് കറി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാലേ അതിൻ്റെ ഫൈനൽ വരുത്താം. ആറിക്കൂടെ കുറവ് വരും. ആറിക്കഴിഞ്ഞാൽ നമ്മുടെ കുറവ് തെങ്ങപ്പാലായതുകൊണ്ട്. ഓക്കെ നമ്മുടെ ഡക്ക് കറി ഇവിടെ റെഡിയായി. ചോറൊക്കെ നല്ല കൊഴുത്ത് നല്ല തെങ്ങപ്പാൽ കഴിച്ചുകൊണ്ട് തിളപ്പിച്ചു. ഇനി ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയുടെ മണ്ടയ്ക്ക് കൊണ്ട് പോയി നമുക്ക് കറി ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. സ്പൂൺ കൊടുത്തേക്കാണ്.
ഓക്കെ, കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കറിയുടെ പേരൊന്നും പറയാനില്ല, നല്ലൊരു ഡക്ക് കറി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. സൂപ്പർ, നല്ല എരി. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് എരിയാണ്. ഉപ്പും മസാലയെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതെല്ലാവരും വെച്ച് നോക്കുക. ഈസി ആയിട്ട് ചെയ്യാവുന്നേ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്നുള്ളതൊന്നുമില്ല. എല്ലാം നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്നതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു വർഷം കഴിയത്തില്ല, പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.